ഗുഡ് മോർണിംഗ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. എന്താ പറയുക, നിങ്ങളുടെ സീനിയേഴ്സിന് നിങ്ങളുടെ സീനിയേഴ്സിന് 100% വിജയമുണ്ട്. അവരുടെ റിസൾട്ട് വന്നായിരുന്നു ഫസ്റ്റ് ഇയറിൻ്റെ. അവർക്ക് 100% വിജയമുണ്ട്. ഓക്കെ, എല്ലാവരും ഓൾറെഡി അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ജോയിന്റ് ഡിസോർഡർ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻസിൻ്റെ എക്സാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? Please give response. Monday. Okay. Okay, joint disorder in that first one osteoarthritis. Osteoarthritis. Okay, എന്താന്ന് നോക്കാം. Osteoarthritis is the most common joint disorder, and osteoarthritis occurs when the cartilage between two joints wears down, so the bones rub together, resulting in swelling and stiffness. Then symptoms usually appears in middle age, and almost everyone has some symptoms by the age of 70. Okay, osteoarthritis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജോയിന്റ് ഡിസോർഡർ ആണ്. ഓക്കെ, ജോയിന്റ് എന്ന് പറഞ്ഞാൽ സന്ധി. ഓക്കെ, അതായത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജോയിന്റ് ഡിസോർഡർ ആണ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഓക്കെ, ഓസ്റ്റിയോആർത്രൈറ്റിസ് occurs when the cartilage between, അതായത് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻസിനിടയിലുള്ള കാർട്ടിലേജ് ബിറ്റ്വീൻ ടു ജോയിൻസ്, അതായത് രണ്ട് ജോയിൻസിനിടയിലുള്ള കാർട്ടിലേജ് എന്താകും, വേഴ്സ് ഡൗൺ ആകും. മീൻസ് എന്താ പറയുക, അതിനൊരു മാന്ദ്യം സംഭവിക്കും, അല്ലെങ്കിൽ അതിനൊരു തളർച്ച സംഭവിക്കും. രണ്ട് ജോയിൻസിനിടയിലുള്ള കാർട്ടിലേജിന് ഒരു തളർച്ച സംഭവിക്കുകയും അങ്ങനെ എന്താകും, രണ്ട് ബോൺസ്, ഈ അവിടെയുള്ള ബോൺസ് എന്താകും, പരസ്പരം റബ്ബാകും, മീൻസ് പരസ്പരം ഒരയും. ഓക്കെ, അങ്ങനെ അത് എന്തിലോട്ട് നയിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വെല്ലിങ്ങിനും സ്റ്റിഫ്നെസ്സിനൊക്കെ കാരണമാകും. മീൻസ് നീര് വെക്കാനും അതുപോലെ തന്നെ ജോയിൻസ് കട്ടിയുള്ളതൊക്കെ ആയിട്ട് മാറാൻ കാരണമാകും. സ്റ്റിഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒന്നുകൂടെ പറയാം, ഓസ്റ്റിയോആർത്രൈറ്റിസ് ദ മോസ്റ്റ് കോമൺ ജോയിന്റ് ഡിസോർഡർ. ഓക്കെ, ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജോയിന്റ് ഡിസോർഡർ ആണ്. ഡിസോർഡർ എന്ന അസുഖം. ഓക്കെ, മീൻസ് ജോയിന്റ് ഡിസോർഡേഴ്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ ആണിത്. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജോയിൻസിനിടയിലുള്ള കാർട്ടിലേജ്, തളർച്ച സംഭവിക്കും, അല്ലെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കും. എന്നിട്ട് അതെന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺസുകൾ തമ്മിൽ, എല്ലുകൾ തമ്മിൽ പരസ്പരം ഒരയാൻ കാരണമാകും, റബ്ബാകാൻ കാരണമാകും. ഓക്കെ, ഇത് എന്തിനായിട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വെല്ലിങ്ങിനും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സിനൊക്കെ കാരണമാകും. മീൻസ് നീര് വെക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, ജോയിൻസ് കട്ടിയുള്ളതൊക്കെ ആയിട്ട് മാറാൻ കാരണമാകും. Then symptoms usually appears in middle age. Okay, ഇതിൻ്റെതായ ലക്ഷണങ്ങൾ എന്താ പറയുക, കാണപ്പെടാൻ തുടങ്ങുന്നത് ഒരു മധ്യവയസ്സോടെയാണ്. And almost everyone has some symptoms by the age of 70. ഈ ഒരു കണ്ടീഷന്റെ ലക്ഷണം എന്തായാലും ഒരു 70 വയസ്സെത്തുമ്പോൾ എല്ലാവരിലും കാണും. Okay, is it clear? Clear ആയോ? ക്ലിയർ ആയി? ഓക്കെ, ഒന്നുകൂടി പറയാം. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ജോയിന്റ് ഡിസോർഡർ. അതായത് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജോയിന്റ് ഡിസോർഡർ ആണ്. ഡിസോർഡർ എന്ന അസുഖം. ഓക്കെ, കണ്ടീഷൻ. ഓക്കെ, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജോയിൻസിന് ഇടയിലുള്ള കാർട്ടിലേജ് എന്താകും, അതിനൊരു തളർച്ച അല്ലെങ്കിൽ അതിനൊരു മാന്ദ്യം സംഭവിക്കും. ഓക്കെ, ഇതെന്തിനു കാരണമാകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുകൾ തമ്മിൽ പരസ്പരം റബ്ബാകാൻ കാരണമാകും, മീൻസ് ഒരയാൻ കാരണമാകും. ഇത് സ്വെല്ലിങ്ങിലോട്ടും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സിലോട്ടൊക്കെ നയിക്കും. സ്വെല്ലിങ് സ്റ്റിഫ്നെസ് ഒക്കെ പറഞ്ഞാൽ മീൻസ് നീര് വെക്കുക. ഓക്കെ, നീര് വെക്കാൻ, ഈ ജോയിൻസ് നീര് വെക്കാനും അതുപോലെ തന്നെ അതിന് കടുപ്പമുള്ള മീൻസ് കട്ടിയുള്ളതായിട്ടൊക്കെ മാറാൻ കാരണമാകും. ദെൻ ഇതിൻ്റെതായ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്, അപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നത് മിഡിൽ ഏജിലാണ്, മധ്യവയസ്സോടു കൂടിയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ദെൻ ആൻഡ് ഓൾമോസ്റ്റ് എവരിവൺ ഹാസ് സം സിംറ്റംസ് ബൈ ദ ഏജ് ഓഫ് 70. ഒരു 70 വയസ്സ് എത്തുമ്പോഴത്തേക്കും എല്ലാവരിലും തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും. Is it clear? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സബ്ഹെഡിങ് സിംറ്റംസ്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. രോഗത്തിൻ്റെതായ ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ജോയിന്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ്.
മീൻസ് ജോയിൻസിന് വേദന ഉണ്ടാകും, അതുപോലെ തന്നെ നീരും ഉണ്ടാകും. സെല്ലാകും. സെൽ എന്ന് പറഞ്ഞാൽ നീര് വെക്കുക. ഓക്കെ, ജോയിൻസിന് വേദന ഉണ്ടാകും, അതുപോലെ തന്നെ നീരും വെക്കും. ദെൻ സെക്കൻഡ് പോയിന്റ്, മൈൽഡ് ജോയിന്റ് സ്റ്റിഫ്നെസ് ആൻഡ് സ്വെല്ലിംഗ് സംടൈംസ് ഒക്കേഴ്സ്. സെയിം തന്നെ, ചിലപ്പോൾ എന്താണ്, മൈൽഡ് ആയിട്ടുള്ള ഒരു ജോയിന്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും അനുഭവപ്പെടുക. ജോയിൻസിന് കട്ടിയായിരിക്കും അനുഭവപ്പെടുക. ജോയിൻസ് കട്ടിയുള്ളതായിട്ട് മാറും, അല്ലെങ്കിൽ അതിനൊരു കടുപ്പം വരും. ഓക്കെ, ആൻഡ് സ്വെല്ലിംഗ് സംടൈംസ് ഒക്കേഴ്സ്. ആ കടുപ്പത്തിന്റെ കൂടെ ചിലപ്പോൾ എന്താണ്, നീരും ഉണ്ടാകും. ജോയിന്റ് കട്ടിയാവുകയും അതുപോലെ തന്നെ നീരും വെക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയ? സെയിം പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ലക്ഷണങ്ങളുടെ വരുന്നത് ജോയിന്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ്, വേദന ഉണ്ടാകും, അതുപോലെ തന്നെ നീര് വെക്കും. ദെൻ മൈൽഡ് ജോയിന്റ് സ്റ്റിഫ്നെസ് ആൻഡ് സ്വെല്ലിംഗ് സംടൈംസ് ഒക്കേഴ്സ്. അല്ലെങ്കിൽ എന്താണ്, ചെറിയ രീതിയിലുള്ള ജോയിന്റ് സ്റ്റിഫ്നെസ് അനുഭവപ്പെടും. ഓക്കെ, ആൻഡ് സ്വെല്ലിംഗും ഉണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കോസസ്. അടുത്ത സബ് ഹെഡിങ് കോസസ്, അതായത് ഈ ജോയിന്റ് ഡിസോർഡർ വരാനുള്ള കാരണങ്ങൾ. ഓക്കെ, കോസസ്. ഒന്നാമത്തെ ഫാമിലി ഹിസ്റ്ററി. ഒന്നാമത്തെ പോയിന്റ് ഫാമിലി ഹിസ്റ്ററി. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി മീൻസ് എന്താ പറയാ, പാരന്റ്സിന് പാരമ്പര്യമായിട്ട് നമുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് നിങ്ങളുടെ പാരന്റ്സിനുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കും വരാം. അതാണ് ഫാമിലി ഹിസ്റ്ററി. ദെൻ സെക്കൻഡ് പോയിന്റ്, ബീയിങ് ഓവർ വെയിറ്റ്. അതായത് ഭാരക്കൂടുതൽ മീൻസ് വെയിറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ, മീൻസ് തടിയുള്ളവരിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു കാരണമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫ്രാക്ചേഴ്സ് ഓർ അതർ ജോയിന്റ് ഇഞ്ചുറീസ്. മീൻസ് എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ, ഫ്രാക്ചേഴ്സ് മീൻസ് എന്തെങ്കിലും മുറിവുകൾ, ഓക്കെ, അല്ലെങ്കിൽ എല്ലൊടിയുക മീൻസ് എന്താ പറയുക, ആക്സിഡൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ്, അതും ഒരു കാരണമാകാം. ഫ്രാക്ചേഴ്സ് ഓർ അതർ ജോയിന്റ് ഇഞ്ചുറീസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഓവർ യൂസ്. ഓവർ യൂസ് അതായത് ജോയിന്റ്സ് ഒരുപാട് ഉപയോഗിക്കുന്നത് മൂലം. ഓക്കെ, ഓവർ യൂസ്, കൂടുതലായിട്ടുള്ള ഉപയോഗം കാരണവും വരാം. The next point, playing sports that involve direct impact on the joint. അതായത് ഈ ഓവർ യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് പ്ലേയിങ് സ്പോർട്സ് ദാറ്റ് ഇൻവോൾവ് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദി ജോയിന്റ്. അതായത് സ്പോർട്സ് ഒരുപാട് മീൻസ് എന്താ പറയുക, സ്പോർട്സ് കളിക്കുന്നത് മൂലം, ഓക്കെ, അതായത് സ്പോർട്സിൽ ഇൻവോൾവ് ആകുന്നത് മൂലം ചില ജോയിന്റ്സ് സ്പോർട്സുമായിട്ട് കണക്റ്റഡ് ആണ്. മീൻസ് ഒരുപാട് തവണ അതിന്റെ യൂസേജ് വരും. ജോയിന്റ്സിന്റെ യൂസേജ് വന്നിട്ടുണ്ടെങ്കിൽ ജോയിന്റ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് പ്ലേയിങ് സ്പോർട്സ് അത് ഡയറക്റ്റ് ജോയിന്റ് ആയിട്ടൊരു ഇമ്പാക്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലോട്ട് അത് നയിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സർട്ടൈൻ മെഡിക്കൽ കണ്ടീഷൻസ് ക്യാൻ ഓൾസോ അഫക്ട് ജോയിന്റ് ഹെൽത്ത്. ചില മെഡിക്കൽ കണ്ടീഷൻസ് മീൻസ് മറ്റു ചില രോഗങ്ങളും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലോട്ട് നയിക്കാം. ഓക്കെ, ജോയിന്റ്സിനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേറെ കണ്ടീഷൻസ്, ഓക്കെ, സർട്ടൈൻ മെഡിക്കൽ കണ്ടീഷൻ ക്യാൻ ഓൾസോ അഫക്ട് ജോയിന്റ് ഹെൽത്ത് മീൻസ് മറ്റു പല മെഡിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളും എന്താ പറയുക, ഈ ജോയിന്റ്സിനെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലോട്ട് നയിക്കാം. ഒന്നുകൂടി പറയാം, കോസസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഫാമിലി ഹിസ്റ്ററി. ഓക്കെ, അതായത് പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ വരാനുള്ള ഒരു കാരണമാണ്. ദെൻ ബീയിങ് ഓവർ വെയിറ്റ് മീൻസ് തടിയുള്ളവരിൽ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫ്രാക്ചേഴ്സ് ഓർ അതർ ഇഞ്ചുറീസ്, എന്തെങ്കിലും ഫ്രാക്ചർ അല്ലെങ്കിൽ മീൻസ് ആക്സിഡൻസ്, ഓക്കെ, എന്തെങ്കിലും ആക്സിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഓവർ യൂസ് മീൻസ് കൂടുതലായിട്ടുള്ള ഉപയോഗം, ജോയിന്റ്സിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഒരു കാരണമാകാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്ലേയിങ് സ്പോർട്സ് ദാറ്റ് ഇൻവോൾവ് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദി ജോയിന്റ് മീൻസ് സ്പോർട്സിൽ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് അത് ജോയിന്റ്സുമായിട്ട് ഡയറക്റ്റ് ഇൻടാക്റ്റിൽ വരുന്ന രീതിയിലുള്ള സ്പോർട്സിൽ ഇൻവോൾവ് ആകിയാൽ അതും ഒരു കാരണമാകാം. ദെൻ നെക്സ്റ്റ്, സർട്ടൈൻ മെഡിക്കൽ കണ്ടീഷൻസ് ക്യാൻ ഓൾസോ അഫക്ട് ജോയിന്റ് ഹെൽത്ത്. മറ്റു ചില മെഡിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, മറ്റു ചില അസുഖങ്ങളും ഈ ജോയിന്റ്സിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് പ്രിവെൻഷൻ മീൻസ് എങ്ങനെ തടയാം, ഈ കണ്ടീഷനെ എങ്ങനെ നമുക്ക് തടയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ഡോണ്ട് ഓവർ യൂസ് എ പെയിൻഫുൾ ജോയിന്റ് അറ്റ് വർക്ക് ഓർ ഡ്യൂറിങ് ആക്ടിവിറ്റീസ്.
ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അതായത് പെയിൻഫുൾ ആയിട്ടുള്ള ജോയിന്റിനെ അതിനെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മീൻസ് വർക്ക് ചെയ്യുമ്പോഴും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ജോയിന്റുമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് ഒക്കെ നമ്മൾ നിർത്തി വെക്കുക. ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല ജോയിന്റ്സിനെ. പെയിൻഫുൾ ആയിട്ടുള്ള ജോയിന്റ്സിന് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ എ നോർമൽ ബോഡി വെയിറ്റ്. നോർമൽ ആയിട്ടുള്ള ബോഡി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മീൻസ് ഭാരക്കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ആയിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. Then last point, strengthen muscles around weight bearing joints. അതായത് വെയിറ്റ് താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ജോയിന്റ്സിലെ അവിടെയുള്ള അതിന് ചുറ്റുമുള്ള മസിൽസിനെ എല്ലാം നമ്മൾ ശക്തിയുള്ളതാക്കി മാറ്റണം. strengthen muscles around weight bearing joints. അതായത് വെയിറ്റ് കൂടുതൽ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ജോയിന്റ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ജോയിന്റ്സിന് ചുറ്റുമുള്ള മസിൽസിനെ, പേശികളെ എല്ലാം നമ്മൾ എന്താ പറയാ, കട്ടിയുള്ളതാക്കി മാറ്റണം അല്ലെങ്കിൽ ശക്തിയുള്ളതാക്കി മാറ്റണം. എന്നിട്ട് പറയാം പ്രിവെൻഷൻ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, don't overuse a painful joint at work or during activities. അതായത് പെയിൻഫുൾ ആയിട്ടുള്ള ജോയിന്റിനെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കരുത് വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് വേറെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴൊന്നും നമ്മൾ എന്താ പറയുക, ഈ പെയിൻഫുൾ ആയിട്ടുള്ള വേദന ഉള്ള ആ ഒരു ജോയിന്റിനെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മെയിൻറ്റെയിൻ എ നോർമൽ ബോഡി വെയിറ്റ്. നോർമൽ ആയിട്ടുള്ള ബോഡി വെയിറ്റ്, ശരീരഭാരം നമ്മൾ നിലനിർത്തണം. നെക്സ്റ്റ് പോയിന്റ്, സ്ട്രെങ്തൻ മസിൽസ് അറൌണ്ട് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ്. അതായത് എന്താ പറയുക, ഒരുപാട് ഭാരം താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ജോയിന്റ്സിന് ചുറ്റുമുള്ള മസിൽസിനെ നമ്മൾ ശക്തിയുള്ളതാക്കി മാറ്റണം. മീൻസ് എന്താ പറയുക, പേശികളെ നമ്മൾ ശക്തിയുള്ളതാക്കി മാറ്റണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ സ്റ്റുഡൻസ്? ഓക്കെ. ഇത്രയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ജോയിന്റ് ഡിസോർഡറിലെ ഒന്നാമത്തെ കണ്ടീഷൻ. ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ അസുഖം ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇത് ഇത്രയാണ്. എനി ഡൗട്ട്? ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സ്റ്റുഡൻസ്? എനി ഡൗട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്? ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് പോകാം. രണ്ടാമത്തെ കണ്ടീഷൻ ഗട്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ഗട്ട്. ഗട്ട് എന്താന്ന് നോക്കാം. In that, gut is a painful condition affecting one joint, usually a toe or other joint in the foot or ankle. In men, it first occurs most commonly in middle age. In women, it first occurs later in life. Okay, അതായത് ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. മീൻസ് വേദനാജനകമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇത് ഒരു ജോയിന്റിനെയാണ് അഫക്ട് ചെയ്യുക. അഫക്റ്റിംഗ് വൺ ജോയിന്റ്. ഒരു ജോയിന്റിനെയാണ് ഇത് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുക. യൂഷ്വലി എ ടോ, അതായത് സാധാരണയായിട്ട് ഒന്നെങ്കിൽ കാൽവിരൽ, ടോസിനെ, അല്ലെങ്കിൽ ഓർ അതർ ജോയിന്റ് ഇൻ ദ ഫുട്ട്, അല്ലെങ്കിൽ കാലിലെ ഏതെങ്കിലും ഒരു ജോയിന്റിനെ, അല്ലെങ്കിൽ ആംഗിളിലെ, ആംഗിൾ എന്ന് പറഞ്ഞാൽ കണങ്കാല്, കണങ്കാലിലെ ഒരു ജോയിന്റിനെയൊക്കെയാണ് ഇത് അഫക്ട് ചെയ്യുക. In men, it first occurs most commonly in middle age. അതായത് മെൻസിൽ ഇത് മീൻസ് പുരുഷന്മാരിൽ ഇത് ഫസ്റ്റ് ഒക്കർ ചെയ്യുന്നത് മിഡിൽ ഏജോടെയാണ്, മധ്യവയസ്സോടെയാണ്. വുമൺസിൽ അതിന് ശേഷമായിരിക്കും. മീൻസ് എന്താ പറയുക, ഏജ് ആകുന്നതോടെയാണ് ഇത് കണ്ടീഷൻ കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം. ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗട്ട് ഈസ് എ പെയിൻഫുൾ കണ്ടീഷൻ affecting one joint, usually a toe or other joint in the foot or ankle. Then in men, it first occurs most commonly in middle age. In women, it first occurs later in life. അതായത് ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. മീൻസ് വേദനാപരമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇത് വൺ ജോയിന്റിനെയാണ് അഫക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒന്നെങ്കിൽ കാൽവിരല്, കാൽവിരലിലുള്ള, ടോ എന്ന് പറഞ്ഞാൽ കാൽവിരല്, കാൽവിരലിലുള്ള ജോയിന്റിനെ, അല്ലെങ്കിൽ ഓർ അതർ ജോയിന്റ് ഇൻ ദ ഫുട്ട്, അല്ലെങ്കിൽ കാലിലെ ഏതെങ്കിലും ജോയിന്റിനെ, ഓർ ആംഗിൾ മീൻസ് കണങ്കാല്, അല്ലെങ്കിൽ കണങ്കാലിലെ ഒരു ജോയിന്റിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ജോയിന്റിനെയാണ് അഫക്ട് ചെയ്യുക. ഇത് പുരുഷന്മാരുടെ മധ്യവയസ്സോടെ കാണപ്പെടും. ഫീമെയിൽസിൽ എന്താണ്, വയസ്സാകുന്നതോടെ, അതിനുശേഷമായിരിക്കും കാണപ്പെടുക.
ക്ലിയർ ആയോ അത്രയും? ക്ലിയർ ആയോ? പ്ലീസ് ഗിവ് റെസ്പോൺസ്. ഓക്കെ. നെക്സ്റ്റ് സബ് ഹെഡിങ് സിംറ്റംസ്. സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ. ഓക്കെ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, സഡൻ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് എ ജോയിന്റ്. ഓക്കെ. അതായത് പെട്ടെന്ന് തന്നെ ജോയിന്റ് നീര് വെക്കുകയും അതുപോലെ തന്നെ വേദന ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ. സഡൻ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് എ ജോയിന്റ്. ജോയിന്റിന് പെട്ടെന്ന് തന്നെ വേദനയും അതുപോലെ തന്നെ നീരും വെക്കും. Then second point, this often occurs during at night. This often occurs during the night. ഇത് സാധാരണയായിട്ട് എന്താണ്, രാത്രിയിലാണ് അനുഭവപ്പെടുക. ഓക്കെ. രാത്രിയിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് വരിക. എന്നിട്ട് പറയാം ലക്ഷണങ്ങൾ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, സഡൻ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് എ ജോയിന്റ്. ഓക്കെ. ജോയിന്റിന് പെട്ടെന്ന് തന്നെ വേദനയും അതുപോലെ തന്നെ നീരും വെക്കുക. Then second point പറഞ്ഞത് this often occurs during the night. ഇത് സാധാരണയായിട്ട് നൈറ്റ് ആണ് കാണപ്പെടുക. Is it clear? Okay, next causes. അടുത്ത കാരണങ്ങൾ. Okay, in that gut is first one. Gut is caused by blood levels of uric acid that are too high. It is caused by blood levels of uric acid that are too high. Okay, അതായത് ബ്ലഡ് ലെവലിലുള്ള മീൻസ് ബ്ലഡിലുള്ള യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാകുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ്. ഓക്കെ. അതായത് ബ്ലഡിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് അതൊരു കാരണമാകാം. Gut is caused by blood levels of uric acid that are too high. അതായത് ബ്ലഡ് ലെവൽസിലുള്ള യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് ഒരു കാരണമാകാം. Then second point, seafood, meat and alcoholic beverage can start an attack. അതുകൂടാതെ സീ ഫുഡ് മീൻസ് കടൽ മീൻസ് എന്താ പറയാ, ഉണക്ക മീന് അതുപോലുള്ള ഫുഡ്. ഓക്കെ. അതായത് കടൽ സംബന്ധമായിട്ടുള്ള ഫുഡുകൾ. ഓക്കെ. മീറ്റ് അതുപോലെ തന്നെ മാംസം അതുപോലെ തന്നെ ആൽക്കഹോളിക് ബീവറേജസ് മീൻസ് ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതൊക്കെ എന്താ പറയാ ഈ ജോയിന്റ്സിനെ ആക്രമിക്കാൻ കാരണമാകും. അറ്റാക്ക് ചെയ്യാൻ കാരണമാകും. സീ ഫുഡ്, മീറ്റ് അതുപോലെ തന്നെ ആൽക്കഹോളിക് ബീവറേജസ് ക്യാൻ സ്റ്റാർട്ട് ആൻ അറ്റാക്ക്. ഓക്കെ. അതായത് സീ ഫുഡും അതുപോലെ തന്നെ മീറ്റും അതുപോലെ തന്നെ ആൽക്കഹോൾസ് ഒക്കെ എന്തിലോട്ട് നയിക്കും, ഈ ജോയിന്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ കാരണമായിട്ട് വരും. The next point, the use of some diuretics in bracket water pills can also be associated with attacks. Means diuretics എന്ന് പറഞ്ഞ ഡ്രഗ്സ് മീൻസ് ഡയറോട്ടിക്സ് എന്ന് പറഞ്ഞ മരുന്ന്. ഓക്കെ. അതിന്റെ ഉപയോഗവും എന്തിലോട്ട് നയിക്കും, ഈ എന്താ പറയുക ജോയിന്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ കാരണമായിട്ട് മാറും. ഒന്നുകൂടി പറയാം. കോസസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, gut is caused by blood levels of uric acid that are too high. അതായത് ബ്ലഡ് ലെവൽസിലുള്ള യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ വളരെ കൂടുന്നത് ഇതിനൊരു കാരണമായിട്ട് മാറാം. ദെൻ സെക്കൻഡ് പോയിന്റ്, സീ ഫുഡ് അതുപോലെ തന്നെ മീറ്റ് അതുപോലെ തന്നെ ആൽക്കഹോളിക് ബീവറേജസ്. ഓക്കെ. ഇതിന്റെ എല്ലാം യൂസേജ് എന്തിലോട്ട് നയിക്കാം, ഈ ജോയിന്റ്സിനെ അഫക്ട് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ യൂസ് ഓഫ് സം ഡയോറിറ്റിക്സ് അല്ലെങ്കിൽ വാട്ടർ പിൽസ്. ഡയറോട്ടിക്സിന് തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് വാട്ടർ പിൽസ്. അതായത് ഡയറോട്ടിക്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷന്റെ യൂസ്, ആ ഒരു മരുന്നിന്റെ ഉപയോഗവും ഈ ജോയിന്റ്സിനെ അഫക്ട് ചെയ്യാൻ ഒരു കാരണമായിട്ട് മാറാം. Is it clear? നെക്സ്റ്റ് സബ് ഹെഡിങ് പ്രിവെൻഷൻ. ഇതിനെ എങ്ങനെയാണ് തടയുന്നതെന്ന്. In that first point, avoiding foods known to worsen gut. Okay, അതായത് ഗട്ട് എന്ന് പറഞ്ഞ ഈ കണ്ടീഷനെ നശിപ്പിക്കുന്ന രീതി, മീൻസ് ഈ കണ്ടീഷന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ ഇനിയും മോശമാക്കുന്ന വരുത്തുന്ന രീതിയിലുള്ള ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഓക്കെ. മീൻസ് ഒഴിവാക്കണം. ആ രീതിയിലുള്ള ഫുഡിനെ നമ്മൾ ഒഴിവാക്കണം. ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കേഷൻസ് മീൻസ് എന്താണ്, വേറൊരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ കഴിച്ചിട്ട് നമുക്കിതിനെ
തടയാം. എന്നിട്ട് പറയാം പ്രിവെൻഷൻ. ഫസ്റ്റ് പോയിന്റ്, അവോയ്ഡിങ് ഫുഡ്സ് നോൺ ടു വേഴ്സൺ ഗട്ട്. അതായത് ഗട്ട് എന്ന് പറഞ്ഞ ഈ കണ്ടീഷനെ മോശമാക്കുന്ന അല്ലെങ്കിൽ അതിന് ദൂഷ്യം വരുത്തുന്ന രീതിയിലുള്ള ഫുഡിനെ നമ്മൾ ഒഴിവാക്കണം. ദെൻ സെക്കൻഡ് പോയിന്റിൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം. എത്രയാണ് ഗട്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഗട്ട് ക്ലിയർ ആയോ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. രണ്ടാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയോ? ഓക്കെ. Then next, മൂന്നാമത്തെ condition. Third one, rheumatoid arthritis. Okay, rheumatoid arthritis എന്താന്ന് നോക്കാം. In that, rheumatoid arthritis is a long-term autoimmune disease that leads to inflammation of the joints and the surrounding tissues. Then rheumatoid arthritis can occur at any age but is more common in middle age. Okay, rheumatoid arthritis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a long term autoimmune disease ആണ്. ഇത് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു autoimmune disease ആണ്. നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ്. Okay, ഇത് എന്തിൽ നയിക്കുന്നു പറഞ്ഞാൽ that leads to inflammation of the joints and the surrounding tissues. Okay, ഇത് jointsന്റെ inflammation എന്ന് പറഞ്ഞാൽ swelling. Okay, ജോയിന്റ്സിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. മീൻസ് അതിനൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിനൊരു നീര് വെക്കാനൊക്കെ കാരണമാകുക, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള കലകൾക്കും ടിഷ്യൂസിനെയൊക്കെ ഇൻഫ്ലമേഷന് കാരണമാകും. ടിഷ്യൂസിന്റെയും ജോയിന്റ്സിന്റെയും ഇൻഫ്ലമേഷന് കാരണമാകും. മീൻസ് സ്വെല്ലിങ്ങിന് കാരണമാകും. ഓക്കെ. ദെൻ ആരൊക്കാൻ ഒക്കർ അറ്റ് എനി ഏജ്. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഏത് ഏജിൽ വേണമെങ്കിലും വരാം. ബട്ട് ഈസ് മോർ കോമൺ ഇൻ മിഡിൽ ഏജ്. പക്ഷെ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് മധ്യവയസ്സിലാണ്. rheumatoid arthritis. In that, rheumatoid arthritis is a long-term autoimmune disease that leads to inflammation of the joints and the surrounding tissues. Means ഇത് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു autoimmune disease ആണ്. ഇത് എന്തിലോട്ട് നയിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ്സിനും അതിനു ചുറ്റുമുള്ള ടിഷ്യൂസിന്റെയും ഇൻഫ്ലമേഷന് കാരണമാകും. ഇത് ഏത് ഏജിൽ വേണമെങ്കിലും വരാം, എങ്കിലും കോമൺ ആയിട്ട് വരുന്നത് മധ്യവയസ്സിലാണ്. Is it clear? Clear ആയോ? Is it clear? Okay. Next is symptoms. Subheading symptoms. Okay, in that first point, morning stiffness that lasts more than 1 hour. Okay, അതായത് ലക്ഷണം പ്രധാനമായിട്ടും രാവിലെയുള്ള സ്റ്റിഫ്നെസ്. മീൻസ് ഈ എന്താ പറയാ, കാലുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ മരവിച്ച് പോകുക എന്ന് പറയാം. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ മരവിച്ച് പോകുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, എക്സാക്ട് മലയാളം ഇല്ല സ്റ്റിഫ്നെസ്സിന്. മരവിച്ച് പോകുക അല്ലെങ്കിൽ ഒരു എന്താ പറയാ കടുപ്പം, കട്ടിയായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, അതായത് സാധാരണയായിട്ട് രാവിലെയാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒരു 1 hour നേരത്തോട്ടൊക്കെ ഇത് നീണ്ടു നിൽക്കാം ഈ ഒരു സ്റ്റിഫ്നെസ്. മോർണിംഗ് സ്റ്റിഫ്നെസ് ദാറ്റ് ലാസ്റ്റ് മോർ ദാൻ 1 hour. പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, അത് 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദി ജോയിന്റ്സ് ഓഫ് ദി ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് റിസ്റ്റ്. ഓക്കെ, അതായത് ഹാൻഡ്സിന്, ഹാൻഡ്സ്, അതുപോലെ തന്നെ ഫീറ്റ്, അതുപോലെ തന്നെ റിസ്റ്റ്, ഇവിടെയൊക്കെയുള്ള ജോയിന്റ്സിന് വേദനയും അതുപോലെ തന്നെ നീരും വെക്കാം. ഓക്കെ, എന്നിട്ട് പറയാം സിംറ്റംസ്. ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, മോർണിംഗ് സ്റ്റിഫ്നെസ് that last more than 1 hour. ഓക്കെ, അതായത് മോർണിംഗ് രാവിലെയുള്ള സ്റ്റിഫ്നെസ് ആയിരിക്കും, അത് ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ദെൻ രണ്ടാമത്തെ പോയിന്റ്, പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ജോയിന്റ്സ് ഓഫ് ദി ഹാൻഡ്, ഫീറ്റ് ആൻഡ് റിസ്റ്റ്. ഓക്കെ, അതായത് ഹാൻഡ്സ്, അതുപോലെ തന്നെ ഫീറ്റ്, റിസ്റ്റ് മീൻസ് കയ്യും കാല് അവിടെയൊക്കെയുള്ള ജോയിന്റ്സ് നീര് വെക്കാനും അതുപോലെ തന്നെ വേദനയൊക്കെ ഉണ്ടാകാനുള്ള കാരണമുണ്ട്. Is it clear? Symptoms clear ആയോ? Please give response. Okay, pain and swelling of the joints of the hands, feet and wrist. Okay, wrist എന്ന് പറഞ്ഞാൽ കൈ തന്നെ വരുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, കയ്യിലും കാലിലെയൊക്കെ ജോയിന്റ്സിന് വേദനയും അതുപോലെ തന്നെ നീരൊക്കെ വെക്കും.
ക്ലിയർ ആയോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം ബാക്കി ക്ലാസ്. ഓക്കെ, ട്യൂസ്ഡേ എക്സാം കണ്ടക്ട് ചെയ്യാം. മീൻസ് ജോയിന്റ് ഡിസോർഡറും കൂടി കവർ ചെയ്തിട്ട് എക്സാം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ട്യൂസ്ഡേ നടത്താം. ക്ലിയർ ആയോ? നിങ്ങൾ പഠിക്കുക, ട്യൂസ്ഡേ എക്സാം കണ്ടക്ട് ചെയ്യാം. ഇസ് ക്ലിയർ? ജോയിന്റ് ഡിസോർഡറും കൂടി വരുന്നതാണ് നിങ്ങളുടെ എക്സാമിൽ. ക്ലിയർ ആയോ ഗൈസ്? ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നിട്ട് അടുത്ത സെക്ഷൻ. മന്യ ഓക്കെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഡെഫിനിഷൻ പറ. മന്യ മധ്യവയസ്സാകുമ്പോഴാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഓക്കെ, റംഷിത കണ്ടിന്യൂ ചെയ്യാം. റംഷിത ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സിംറ്റംസ് കോസസ് ഒക്കെ പറ. ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഒക്കെ. ഓക്കെ, ഗുഡ്. ഗീതു ഗട്ട് പറ. ആ, പറഞ്ഞോ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അനു പി ജെ. ഓക്കെ, കോസസും പ്രിവെൻഷനും പറ. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്. ആദിത്യ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറ. സ്റ്റിഫ്നെസ് ആണ് ഉണ്ടാവുക. ഓക്കെ, വേദനയും നീരും ഉണ്ടാകും. ഓക്കെ, കാരണം എന്താ? കോസ് കോസ് പറഞ്ഞിട്ടല്ലേ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ബാക്കി ക്ലാസ് മൺഡേ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയ? ട്യൂസ്ഡേ എക്സാം കണ്ടക്ട് ചെയ്യാം. അതായത് ജോയിൻസും ഈ ജോയിന്റ് ഡിസോർഡർ ഉണ്ടാകും. നിങ്ങൾ പഠിക്കുക. ബാക്കി ഇനി ഒരു കണ്ടീഷനും കൂടി ഉള്ളൂ. ഓക്കെ, സോസൈറ്റീസ് എന്നൊരു കണ്ടീഷനും കൂടി ഉള്ളൂ. ഓക്കെ, അത് മൺഡേ എടുക്കാം. ക്ലിയർ ആയോ? ട്യൂസ്ഡേ എന്നിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാം. മൺഡേ പുതിയൊരു ചാപ്റ്ററും കൂടി നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ എങ്കിൽ താങ്ക് യു. ക്ലാസ് വൈൻഡ്.